Visibility of the target is excellent and the weather too is very clear. Awaiting for your confirmation for bomb release. Release confirmed. Looking at the ocean so blue and deep, see the mountains kiss the sky so high. Oh, the beauty of the earth, it's where my soul finds its worth. Oh, the beauty of the earth, oh, the beauty of the earth, it's where my soul finds its worth. Oh, the beauty of the earth, it's everything to me. എന്താണ് തിരക്കുടിച്ച പണിയിലാണല്ലോ? എന്താ പരിപാടി? പതിവ് പരിപാടികളൊക്കെ തന്നെ. റിപ്പോർട്ട് പ്രിപ്പറേഷൻ. നിനക്ക് പുരോഗതിയൊക്കെ ഉണ്ടല്ലോ. MT വരെയൊക്കെ ആയി. ഷോർട്ട് ഫിലിം നിർത്തി മൂവ് ചെയ്യാനുള്ള പരിപാടിയാണോ? അല്ല, നീ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നില്ലേ കോവിഡിന്റെ ടൈമില്? വർഷം 2070 2019 കോവിഡ് കാലത്തെ കുറിച്ച് ഒരു മുത്തശ്ശി പേരക്കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന. അത് ഇതുവരെ മുത്തശ്ശി കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ? യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് കണ്ടില്ല? അത് പിന്നെ പൂർത്തിയായില്ലെന്നേ. അത് ആ കോവിഡ് കാലത്ത് തന്നെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ആ ഷോർട്ട് ഫിലിം. കോവിഡ് കഴിഞ്ഞപ്പോൾ സ്വന്തം ജീവനും നഷ്ടപ്പെട്ടു പോയ നാവിൻ്റെ രുചിയും എല്ലാം തിരിച്ചു വന്നപ്പോൾ എല്ലാവരും എല്ലാം മറന്നു. പിന്നെ ആ ഷോർട്ട് ഫിലിമിൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ചില നിരൂപക സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. നിരൂപകരോ? നിന്റെ ഷോർട്ട് ഫിലിമിന് നിരൂപകരോ? രശ്മി, ഇത് കേട്ടോ? ഇവന്റെ ഷോർട്ട് ഫിലിമിന് നിരൂപകരൊക്കെ ഉണ്ടെന്ന്. ഓ, ശരിക്കും? അങ്ങനെയൊന്നുമില്ലാന്നേ. ഇങ്ങോട്ട് തന്നേ, ചുമ്മാ ആളെ കളിയാക്കാൻ. ആ ഷോർട്ട് ഫിലിമിന് ഒരു ഭാഗം നിനക്ക് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നിരൂപിച്ചോ. ഓക്കെ, കണ്ടിട്ട് അഭിപ്രായം പറയാം. മതി. പക്ഷേ ഇഷ്ടായില്ലെങ്കിൽ ഇഷ്ടായില്ലെന്ന് തന്നെ പറയും. ഓക്കെ അല്ലേ? അതല്ലേ അതിന്റെ ശരി? പിന്നില്ലേ, അതാണല്ലോ അതിന്റെ ശരി. അല്ല, രാഹുലിന്റെ ഷോർട്ട് ഫിലിമിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ആഫ്റ്റർ. പേരൊക്കെ കൊള്ളാലോ. ആഫ്റ്റർ ഫുഡിന്റെ ആഫ്റ്ററാ? ഇതെന്താ മെഡിസിനാ? നിന്റെ ഷോർട്ട് ഫിലിം ആഫ്റ്റർ ഫുഡ് കാണണമെന്നായിരിക്കല്ലേ? എന്താല്ലേ കൊള്ളാം. ആഫ്റ്റർ ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമാവോ? അതെ അതെ. ലൈറ്റ്സ്, ക്യാമറ, റോളിംഗ് സാർ. സീൻ 2, ടേക്ക് 3, ആക്ഷൻ. മുത്തശ്ശി, ഞങ്ങൾക്കിന്ന് ഏത് കഥയാ പറഞ്ഞുതരാൻ പോകുന്നേ? പറഞ്ഞ് കഥയോളൊക്കെ തീർന്നു കുട്ടിയോളെ. അതുകൊണ്ട് മുത്തശ്ശി ഇന്നൊരു ചരിത്രം പറയാം. ചരിത്രോ? അതൊന്നും വേണ്ട മുത്തശ്ശി, ഞങ്ങൾക്ക് പതിവ് പോലെ ത്രില്ലറായിട്ടൊരു കഥ പറഞ്ഞാൽ മതി. ഈ ചരിത്രവും ഒരു ത്രില്ലറാ മക്കളെ. കഥകളെയൊക്കെ വെല്ലുന്ന ഒരു വലിയ ത്രില്ലർ. ഞാനും എൻ്റെ തലമുറക്കാരും അനുഭവിച്ചറിഞ്ഞ ഒരു ഹിസ്റ്റോറിക് ത്രില്ലർ. ശരിക്കും? എങ്കിൽ പറഞ്ഞോളൂ മുത്തശ്ശി. പണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ വർഷം 2019 മുൻപ്, അന്ന് ലോകത്തെ ജനങ്ങൾക്ക് സഹജീവികളോട് ഇന്നത്തെ പോലെ സ്നേഹമോ കരുണയോ ഒക്കെ കുറവായിരുന്നു.
ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ കലഹിച്ചിരുന്ന ഒരു കാലം. ഒരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യത്തിലും അതിദാരിദ്ര്യത്തിലും കേവല ദാരിദ്ര്യത്തിലുമൊക്കെയായി കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം. ഭരണാധികാരികളിൽ പലരും ധൂർത്തും ധാർഷ്ട്യവും ഒക്കെ കൊണ്ട് ജനങ്ങൾക്ക് തന്നെ ഒരു ഭാരമായിരുന്നു. യുദ്ധങ്ങളും കലാപങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു തുടർക്കഥയായിരുന്നു അന്ന്. എന്നിട്ട് ലോകത്ത് എന്താ സംഭവിച്ചതെന്നറിയാവോ? അറിയില്ല മുത്തശ്ശി. എന്നിട്ടെന്താ സംഭവിച്ച മുത്തശ്ശി? ലോകത്തെ അനീതിയും അക്രമവും കണ്ടുമടുത്തിട്ടെന്നോണം ഒരു കുഞ്ഞു വൈറസ് COVID-19 ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. അവന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ എന്നൊന്നും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അന്നത്തെ വൈദ്യശാസ്ത്രത്തിനോ യുദ്ധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമായി വാങ്ങിക്കൂട്ടിയ യുദ്ധോപകരണങ്ങൾക്കോ ഒന്നിനും അതിനെ തടയുവാനോ നശിപ്പിക്കുവാനോ കഴിഞ്ഞില്ല. സകലരിലും ഈ COVID-19 പടർന്നു കയറി. ആശുപത്രികളെല്ലാം കോവിഡ് ബാധിതരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലരും വീടുകളിൽ തന്നെ ക്വാറന്റൈനിൽ പ്രാണവായു പോലും ശ്വസിക്കാനാവാതെ രുചിയും മണവും ഒന്നുമില്ലാതെ മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞിരുന്നു. മാരക പകർച്ചവ്യാധിയായതിനാൽ ബന്ധുമിത്രാദികൾക്ക് പോലും രോഗികളെ പരിചരിക്കാനായില്ല. ബിസിനസ് സാമ്രാജ്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റുകളും ഒക്കെ തകർന്നടിഞ്ഞു. തൊഴിൽ സ്ഥാപനങ്ങളും ഓഫീസുകളും കടകളുമെല്ലാം അടച്ചുപൂട്ടി. തിരക്കേറിയ നഗരവീഥികളെല്ലാം വിജനമായി. ദാരിദ്ര്യവും പട്ടിണിയും എന്തെന്നറിഞ്ഞ കാലമായിരുന്നു അത്. ആൾദൈവങ്ങളും രോഗശാന്തി ശുശ്രൂഷകരുമെല്ലാം മുറികളിൽ കയറി ഒളിച്ചിരുന്നു. ആരാധനാലയങ്ങളെല്ലാം അടച്ചുപൂട്ടി. ലോകം മുഴുവനും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഭൂമിയിലെ ദൈവങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരുമായി മാറി. ലക്ഷോപലക്ഷം ജീവനുകൾ കോവിഡ് വൈറസ് കവർന്നെടുത്തു. മരിച്ചവരെല്ലാം ജാതിമത ഭേദമന്യേ ഒരേ തീയിൽ എരിഞ്ഞു വെണ്ണീറായി. അവരിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. മുത്തശ്ശി കരയണ്ട കേട്ടോ. എന്നിട്ടും മുത്തശ്ശി മാത്രം എന്താ മരിക്കാതിരുന്നേ? ആര് പറഞ്ഞു മുത്തശ്ശി മരിച്ചില്ലാന്ന്? അന്ന് മുത്തശ്ശിയും മരിച്ചു. മുത്തശ്ശി മാത്രമല്ല, അന്ന് കോവിഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം ആ കോവിഡ് കാലത്ത് തന്നെ മരിച്ചു മണ്ണടിഞ്ഞു. അന്ന് മരിച്ചു പോയെങ്കിൽ മുത്തശ്ശി ഇപ്പൊ ഗോസ്റ്റ് ആണോ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മുത്തശ്ശിയുടെ സൗന്ദര്യം കണ്ടിട്ട് മുത്തശ്ശി ഒരു യക്ഷിയല്ലേ എന്നൊരു സംശയമില്ലാതില്ല. മരിച്ചെന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരികമായാണ്. അന്ന് ജീവന്റെയും ജീവിതത്തിന്റെയും അർത്ഥവും മൂല്യവും അറിഞ്ഞ് വർഷങ്ങളോളം മരണഭീതിയിൽ വീടുകൾക്കുള്ളിൽ കഴിഞ്ഞവരെല്ലാം ആ കോവിഡ് കാലത്തിന് ശേഷം പുറത്തിറങ്ങിയത് സ്നേഹവും കരുണയും വിശാല ഹൃദയവും ഒക്കെയുള്ള 916 പരിശുദ്ധിയോട് കൂടിയ മനുഷ്യരായാണ്. അനീതിയും അക്രമവും എല്ലാം ലോകത്തു നിന്നും അപ്രത്യക്ഷമായി. ജാതി, മതം, വർണ്ണം, രാഷ്ട്രം എന്നീ സങ്കല്പങ്ങൾ മനുഷ്യർക്കിടയിൽ ഇല്ലാതായി.
യുദ്ധങ്ങൾ ഇല്ലാതായതോടെ രാജ്യരക്ഷയ്ക്കായി ഓരോ രാജ്യങ്ങളും ചെലവഴിച്ചിരുന്ന കോടാനുകോടികൾ ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി ചെലവഴിക്കപ്പെട്ടു. അതോടെ ജനങ്ങളുടെ ആരോഗ്യവും ആയുർദൈർഘ്യവും വർദ്ധിച്ചു. മതഭ്രാന്തി ഇല്ലാതായതോടെ കലാപങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും അവസാനിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന സത്യം തിരിച്ചറിയുകയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തവർ നഗരത്തിലെ തിരക്കേറിയ ജോലികളും ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറി. അവിടെ അവർ പ്രകൃതിയോട് ചേർന്ന് ശുദ്ധമായ വായുവും ജലവും മായമില്ലാത്ത കീടനാശിനിയുമില്ലാത്ത ഭക്ഷണമൊക്കെയായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിതം തുടരുന്നു. നമ്മളെപ്പോലെ. അങ്ങനെ മരണാനന്തരം മാത്രം സ്വർഗം വാഗ്ദാനം ചെയ്തിരുന്ന മതങ്ങൾക്ക് മുൻപിൽ ഈ ഭൂമി തന്നെ ഒരു സ്വർഗമായി മാറി. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വസിക്കുന്ന സുന്ദരമായ ഒരു സ്വർഗം. സന്തോഷത്തോടെയും വസിക്കുന്ന സുന്ദരമായ ഒരു സ്വർഗം. മുത്തശ്ശി കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടായി. മരണാനന്തരം മാത്രം സ്വർഗം വാഗ്ദാനം ചെയ്തവർക്ക് മുൻപിൽ ഭൂമി തന്നെ ഒരു സ്വർഗമായി മാറി. കൊള്ളാം. കോവിഡ് കാലത്തിന് ശേഷം നന്മകൾ മാത്രമുള്ളൊരു ലോകമാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്തത്. കോവിഡ്, നിപ്പ, സുനാമി, വെള്ളപ്പൊക്കം, എന്തൊരു പെട്ടെന്നാലേ നമ്മളെല്ലാം മറന്നുപോയത്. ഭീതി നിറഞ്ഞ ആ നാളുകളിൽ നാം ഈ ലോക ജനത എത്ര സ്നേഹത്തോടെയും ഐക്യത്തോടെയുമാണ് കഴിഞ്ഞിരുന്നത് അല്ലേ? ആ സ്നേഹവും ഐക്യവും ഒക്കെ തുടർന്നിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന യുദ്ധങ്ങൾ അത്രയും ഒഴിവായേനെ. ലക്ഷക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടില്ലായിരുന്നു. ശരിയാണ്. പ്രകൃതിക്ഷോഭത്താലും മഹാമാരികളാലും നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര നിസ്സാരന്മാരാണെന്ന് പ്രകൃതി തന്നെ എത്ര തവണ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നാലും അതിൽ നിന്നൊന്നും നമ്മൾ ഒരു പാഠവും പഠിക്കില്ലല്ലേ? അന്ന് ഹിരോഷിമയിൽ പതിച്ച ന്യൂക്ലിയർ ബോംബ് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ശക്തിയുള്ള നമ്മൾ മനുഷ്യരടക്കം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന എത്രയോ അണുബോംബുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പ്രകൃതി സംരക്ഷണം, മാനവരക്ഷ, ലോക സമാധാനം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ കേട്ട് ദൈവം പോലും പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? അതെ അതെ. ആ അണുബോംബുകളൊക്കെ ഭൂമിയിൽ പതിച്ച് നമ്മളൊക്കെ ഇല്ലാതാവുന്നത് സ്വപ്നം കണ്ട് പലപ്പോഴും ഞാൻ ഞെട്ടി ഉണരാറുണ്ട്. സത്യത്തിൽ സ്വർഗതുല്യമായിട്ടുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെയാണ് നരകമാക്കി മാറ്റുന്നതല്ലേ? എന്നിട്ട് ഇല്ലാത്ത സ്വർഗം തേടി അലയുന്നു. എന്തൊരു വിരോധാഭാസമാണല്ലേ? പ്രിയ, നീ അങ്ങ് കത്തി കയറുവാണല്ലോ. മൃഗങ്ങൾക്ക് പോലും നമ്മൾ മനുഷ്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ കരുണയും സ്നേഹവും ഒക്കെ ഉണ്ട് സ്വന്തം വർഗത്തോട്. എന്താ, ശരിയല്ലേ? പ്രിയ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എല്ലാം ശരിയാവും. നീ ഇതങ്ങ് കഴിച്ച്. പിന്നെ നിന്റെ നവലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ എനിക്ക് ഇഷ്ടായി. ഒരു പുതിയ ലോകം, ഭൂമിയിലെ സകല ജീവജാലങ്ങളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും. കൊള്ളാല്ലേ? കേട്ടിട്ട് കൊതിയാവുന്നുണ്ട്. നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് ഭാവിയിൽ ആ ലോകത്തേക്ക് ഇപ്പൊ തന്നെ പോകാൻ പറ്റിട്ടുണ്ടെങ്കിലോ? എങ്ങനെ? ടൈം ട്രാവൽ ചെയ്യാനോ? നിനക്കെന്താ കിളി പോയോ? ആ, ഒരു കിളി അങ്ങ് പറന്നു പോയിന്നാ തോന്നുന്നേ.
കൊള്ളാം. നീ എന്താ ചിന്തിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ രണ്ടാളിന് വൈബ് സെയിം ആണല്ലോ എന്ന്. അതെ അതെ. അപ്പോ അതുകൊണ്ട് അടുത്ത വാലന്റൈൻസ് ഡേ വരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന്. എന്തിനാ? അല്ല, നിന്നെ പ്രപ്പോസ് ചെയ്യാൻ. സാർ, ഇത് ഡേവിഡ് സാർ തന്നതാ മാഡത്തിന് കൊടുക്കാൻ. അപ്പോ നമ്മളെല്ലാരും സ്വപ്നം കാണുന്ന ആ നവലോകത്തേക്ക് നമുക്കൊരുമിച്ചൊരു തുടക്കം കുറിക്കാല്ലേ? Eyes hold skies of endless blue. My love, my universe is you. Like mountains rise and forests grow, my heart for you will overflow. Your spirit's deep as oceans wide, with all the turning of the tide. You are as beautiful as nature's grace. Las luces de la ciudad se sientan lejos. En tus ojos veo todos mis mejores reflejos. We can move together in love for a new bright tomorrow. We can move together in love for a new bright tomorrow. ഹായ്, ഹലോ. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അതെ. നിങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദരമായ ഭാവിയിലെ ഈ നവലോകത്ത് നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ തുടർന്നും ജീവിക്കാൻ അതിനായി എല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കണേ. അതെ, എല്ലാവരും ഞങ്ങളെ പോലെ നല്ല കുട്ടികളാവണേ. See you all in future.